പൂക്കൊഴിച്ചിൽ തടയാനും കായ ഉണ്ടാകാനും ഒക്കെ സഹായിക്കുന്ന ഒരു സൂപ്പർ വളം പരിചയപ്പെടുത്താം. ഇത് ഒരു കൃഷിക്കാരൻ എനിക്ക് പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ 2 കാര്യങ്ങളാണ് വേണ്ടത്. അതിനായിട്ട് നല്ല പുളിച്ച മോരും പിന്നെ മെയിനായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഇത് രണ്ടും ഒരേ അളവിൽ ഒരു പാത്രത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് അടച്ചു വെക്കണം. അപ്പോൾ ഒരാഴ്ച നമുക്ക് എല്ലാ ദിവസവും ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം. ഇത് ഒരു മികച്ച ബൂസ്റ്ററായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതേപോലുള്ള വളങ്ങൾ അല്പം മെനക്കെട്ടാലും തയ്യാറാക്കി നമ്മുടെ ചെടിക്ക് കൊടുത്താൽ ഇത് പൂക്കാത്ത ചെടിയും പൂക്കും. അതിനൊരു ഉദാഹരണമാണ് എൻ്റെ ക്യാപ്സിക്കം ചെടി. ഇത് നല്ല ഒരു കുരുടിപ്പോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും ഈ ചെടിക്ക് വന്നിട്ടില്ല. ഇത് മഞ്ഞ ക്യാപ്സിക്കമാണ്. ഇത് 90 ദിവസം വേണം പഴുത്ത് പാകമാകാനായിട്ട്. ഇപ്പോൾ 30 ദിവസമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെയും വളരും. കൂടാതെ നമ്മുടെ തക്കാളിക്കൊക്കെ എല്ലാവർക്കും മെയിനായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നം ഈ മുരടിപ്പും പിന്നെ പൂകൊഴിച്ചിലും ഇതൊക്കെയാണ്. അതിനൊക്കെ നമുക്ക് ഈ വളം ഉപയോഗിക്കാം. അപ്പോൾ ഈ വളത്തിൽ മെയിനായിട്ടും തേങ്ങാപ്പാലിൽ അടങ്ങിയിരിക്കും സൈറ്റോകിനിൻ എന്ന സസ്യ ഹോർമോണാണ്. ഇത് ചെടികളുടെ കോശവിഭജനം വേഗത്തിലാക്കുകയും പുതിയ ശാഖകളും ഇലകളും ഉണ്ടാകാൻ സഹായിക്കുകയും ചെയ്യുന്നു. പിന്നെ മോര് പുളിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയകൾ മണ്ണിലെ ദോഷകരമായ ബാക്ടീരിയകളെ നശിപ്പിക്കുകയും ചെടിയുടെ പ്രതിരോധശേഷി കൂട്ടുകയും ചെയ്യുന്നു. ചെടിക്ക് ആവശ്യമായ ഹോർമോണുകളും പോഷകങ്ങളും നൽകി വേഗത്തിലുള്ള വളർച്ചയ്ക്കും കായ്ബലത്തിനും ഇത് സഹായിക്കുന്നു. ഇതിലല്പം കായവും കൂടി ഇട്ടിട്ട് ചെടികളെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളീച്ച, മീലിബഗ് എന്നീ കീടങ്ങളെ അകറ്റാനും സഹായിക്കുന്നു. മെയിനായിട്ട് നമുക്കിതിൽ തക്കാളി, മുളക്, വഴുതന, പിന്നെ ക്യാപ്സിക്ക ഇങ്ങനെയൊക്കെയുള്ള മുളക് വർഗ്ഗ ചെടികൾക്കൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. അതിന് നല്ലൊരു ഫലപ്രദമായിട്ടുള്ള ഒരു വളമാണിത്. പിന്നെ നമ്മുടെ മുളകിന് ക്യാപ്സിക്ക ഇതിനൊന്നും വലിയ വെയിൽ ആവശ്യമില്ല. അപ്പോൾ തക്കാളി ആണെങ്കിലും മഴയൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ അപ്പോൾ ഞാനിങ്ങനെ മഴ എന്തെങ്കിലുമൊക്കെ മാറി മാറി വരുന്നതുകൊണ്ട് ഇതേപോലെയൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന മുളകാണെങ്കിലും ഞാൻ അധികം വെയിലത്തല്ല വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കുരുടിപ്പൊന്നും വരാതെ ഇതേപോലുള്ള പച്ചക്കറികൾ ഒക്കെ നമുക്ക് നല്ല വെയിൽ ആവശ്യമാണ്. പക്ഷേ മുളക്, തക്കാളിക്കും അത്യാവശ്യം വെയിലൊക്കെ വേണം. എന്നാലും മുളകിന് തീരെ വെയിൽ ഇല്ലാത്ത വശത്ത് വെക്കുകയാണ് നല്ലത്. അപ്പോൾ ഇതിൻ്റെ മീറ്റർ പയറാണ്, റെഡ് മീറ്റർ പയർ. അതൊക്കെ നമ്മൾ റെയറായിട്ടുള്ള വിത്തുകളൊക്കെ കിട്ടുമ്പോൾ ഇതേപോലുള്ള വളങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് അതൊക്കെ നമുക്ക് പിന്നീടും ആ വിത്തുകളൊക്കെ കിട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പൂക്കളൊക്കെ ആണെങ്കിലൊക്കെ ഞാനിത് തയ്യാറാക്കുമ്പോൾ ഇതിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ചെടികൾക്കൊക്കെ ഞാൻ എല്ലാത്തിനും പൂക്കൾക്കായാലും ചെടികൾക്കൊക്കെ ഞാനിതാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നൈട്രജൻ വേണ്ട ഇതേപോലുള്ള പയർ ചെടികൾക്കൊക്കെ നമുക്ക് അങ്ങനെയുള്ള വളങ്ങളും ഇതേപോലുള്ള സ്പെഷ്യൽ ചെടികൾക്ക് നമ്മൾ ആ രീതിയിലുള്ള വളങ്ങളൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കൃഷിയും വിജയിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.